ഗുരു നിത്യ ചൈതന്യ യതിയുടെ സമാധി ദിനാചരണത്തിന്റെ ഭാഗമായി തോട്ടുവ മംഗളഭാരതി ആശ്രമത്തിൽ നിത്യസ്മൃതി സംഘടിപ്പിച്ചു. ഗുരു നിത്യ ചൈതന്യ യതിയുടെ സമാധി ദിനാചരണത്തിന്റെ ഭാഗമായി തോട്ടുവ മംഗളഭാരതി ആശ്രമത്തിൽ നിത്യസ്മൃതി സംഘടിപ്പിച്ചു. രാവിലെ ഹോമം, ഉപനിഷത്ത് പാരായണം എന്നിവയ്ക്ക് ശേഷം സ്വാമിനി ത്യാഗേശ്വരി ഭാരതി പ്രവചനം നടത്തി. എം.എസ്. സുരേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം ശ്രീനാരായണ ഗുരുകുലം ട്രസ്റ്റ് മുൻ സെക്രട്ടറി പ്രൊഫസർ ആർ അനിലൻ ഉദ്ഘാടനം ചെയ്തു. നാം ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് നിത്യഗുരു എന്ത് ചെയ്തു അല്ലെങ്കിൽ എന്തിനു വേണ്ടി നമ്മുടെ മുമ്പിൽ അവതരിച്ചു എന്നുള്ള ഒരു കാര്യമാണ്. കേവലം വളരെ 10-70 വർഷത്തെ പരിശ്രമം. കാരണം ജനിക്കുമ്പോൾ തന്നെ ഒരു സന്യാസിയാകുമെന്നുള്ള അമ്മയുടെ ആഗ്രഹത്തോടു കൂടി വളർന്ന കാലഘട്ടത്തെ അതിജീവിക്കുന്ന ഒരു സന്യാസി ആണ് അത് നിത്യചൈതന്യ യതി. ഗുരുവിൻ്റെ ജീവിതം എന്ന് പറയുന്നത് തന്നെ കാരണം നാരായണ ഗുരുവിന് വേണ്ടി സമർപ്പിക്കപ്പെടുകയാണ് ചെയ്തത്. ആ ഒരു സമർപ്പണത്തിന് വേണ്ടി അതിനെ നിയോഗിക്കപ്പെട്ടത് നടരാജഗുരുവിനെയാണ്. കാരണം നടരാജഗുരുവിനെ അറിഞ്ഞാൽ മാത്രമേ നാരായണ ഗുരുവിനെ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ. കാരണം നാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളിലേക്ക് ആഴത്തിലേക്ക് പോയത് നടരാജഗുരുവാണ്. ആ ദർശനങ്ങളെ നമ്മൾ എങ്ങനെ ചേർത്ത് വെച്ചു എന്നുള്ളതാണ്. സ്വാമിനി ജ്യോതിർമയി ഭാരതി, സ്വാമി ശിവദാസ് എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് സുകുമാർ അരീകുഴ, കല്ലൂർക്കാട് SNDP ശാഖാ പ്രസിഡന്റ് P. വിജയൻ, ഗുരുകുലം സ്റ്റഡി സർക്കിൾ ഇടുക്കി ജില്ലാ കാര്യദർശി അഡ്വക്കേറ്റ് VF അരുണകുമാരി, KP ലീലാമണി, ബോധി രാജു തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.